ഇന്നലെ രാത്രിയിൽ ചിലയിടങ്ങളിൽ ചെറിയ ഭൂമി കുലുക്കം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എല്ലായിടത്തും അല്ല കേട്ടോ. മലപ്പുറത്ത് ചിലയിടങ്ങളിൽ ഭൂമി കുലുങ്ങിയതായിട്ട് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 11:20 വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത്. കോട്ടയ്ക്കൽ, വേങ്ങര, ഇരിങ്ങല്ലൂർ, ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ കുലുക്കം അനുഭവപ്പെട്ടത്. എന്നാൽ പ്രകമ്പനമാകാനാണ് സാധ്യതയെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട് സ്ഥലത്ത് നിന്ന്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 11 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആകുമ്പോഴേക്കും ചെറിയൊരു ചലനമുള്ളതുപോലെ, ചെറിയൊരു ശബ്ദമുള്ളതുപോലെയും തോന്നുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അലി കരിമ്പ, ഇന്നലെ രാത്രിയിലാണ് ഈ ചെറിയ ഒരു ഭൂചലനം പോലെ എന്തോ ഒന്ന് അനുഭവപ്പെട്ടു, ചെറിയ ശബ്ദമൊക്കെ കേട്ടു എന്ന് പറഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അഷ്കർ അലി വല്ലതും കേട്ടായിരുന്നു? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് അരുൺ. നമ്മളൊക്കെ മലപ്പുറം നഗരകേന്ദ്രങ്ങളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കുറച്ചിങ്ങോട്ട് മലപ്പുറം നഗരം വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ ഒതുക്കുങ്ങൽ മുതൽ ഇങ്ങോട്ടാണ്. ഒതുക്കുങ്ങൽ, കോട്ടക്കൽ, വേങ്ങര, ഊരകം, പറപ്പൂർ, അതുപോലെ ആദവനാട് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളെത്തത് വലിയ തോതിൽ ശബ്ദം കേൾക്കുന്ന സാഹചര്യമുണ്ട്. ചില ആളുകൾക്ക് ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു നാട്ടുകാരുണ്ട്. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? നിങ്ങൾ ഇന്ന് രാത്രി ഏതൊരു 11:20 കൂടിയിട്ട് ഒരു ഭീകര ശബ്ദത്തോട് കൂടിയിട്ട് ഒരു പൊട്ടലും അതോടനുബന്ധിച്ച് തന്നെ ഒരു വിറയലും. ഞാൻ ബെഡ്റൂമിലായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ ഫാനൊന്നും ഇട്ടിട്ടില്ല. ആ സമയം എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടു. നന്നായിട്ട് ഭയങ്കര ഒരു കരിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഭൂമിൻ്റെ അടിയിൽ ഇട്ടുകൊണ്ട് പൊട്ടിക്കുന്ന അതേ ഫീലിംഗ് നമുക്ക് അനുഭവപ്പെട്ടത്. ആകെ പൊട്ടിയിട്ടായിരിക്കും അത് ഈ പ്രദേശത്ത് മൊത്തം അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അടുത്ത വീടുകളിലേക്ക് വിളിച്ചു അവരൊക്കെ പറഞ്ഞു ഇവിടെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ചുറ്റുഭാഗങ്ങളിൽ വേങ്ങര, ഊരകം, വേങ്ങര, ചെമ്മാട്, കോട്ടക്കൽ, പുതുപ്പറമ്പ് ഭാഗങ്ങളൊക്കെ അനുഭവപ്പെട്ടത്. അപ്പോഴൊക്കെ നമ്മൾ മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാവരും വിളിച്ചോടൊക്കെ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഭയപ്പെടുന്ന സാഹചര്യം ഇല്ല, ഭയപ്പെടുന്ന പറഞ്ഞാൽ ആളുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് അവനവൻ്റെ വീട്ടിലുണ്ടായ മാതിരിക്കാണ് അനുഭവപ്പെടുന്നത്. ഞാൻ പുറത്തിറങ്ങി ഇവിടെയൊക്കെ നോക്കി ഇത് സംഭവിച്ചു. എപ്പോഴും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അയൽവാസികളായ വീട്ടിൽ അവരൊക്കെ മേലെ പോയി വീടിൻ്റെ മേലൊക്കെ പോയി ചെക്ക് ചെയ്ത് പറഞ്ഞു ഇത് സംഭവിച്ചോളെന്ന് വെച്ചിട്ട്. അപ്പോൾ പൊട്ടലും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതുപോലെ നല്ലൊരു ഭീകര സൗണ്ടാണ് വന്നത്. അതുതന്നെ വലിയൊരു ഭീകര ശബ്ദവും അതിനോടൊപ്പം തന്നെ ഒരു കുലുക്കവും ഇതാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. എല്ലാ ആളുകളും വീട് വിട്ട് ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥ ഉണ്ട്. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം മനസ്സിലാക്കാത്തത് മൂലം ഉണ്ടാകുന്ന ഒരു ആശങ്കയൊക്കെ ആളുകൾക്കുണ്ടായി. ഇതിപ്പോൾ അധികൃതർ പറയുന്നത് റിക്ടർ സ്കെയിലിൽ 3ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭൂചലനമായി പറയാൻ കഴിയുള്ളൂ, ഭൂകമ്പമായി പറയാൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ളൊരു അളവ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രകമ്പനമായിരിക്കാം എന്നതാണ് പറയുന്നത്. അതിനോട് ആ പ്രകമ്പനത്തോടൊപ്പം ഉണ്ടായ ശബ്ദം തന്നെ ആയിരിക്കാം കേട്ടിട്ടുണ്ടാവുമെന്നും അധികൃതർ പറയുന്നുണ്ട്. കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് ഇപ്പോൾ അധികൃതരും വ്യക്തമാക്കുന്നത്. എന്തായാലും ആളുകൾക്കിടയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരുപാട് ഇടങ്ങളിൽ ഒരേ സമയം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അരുൺ.